സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വൈറലായ ഈ സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമയിൽ കണ്ടതുപോലെ ഒരു മകൻ മരിച്ചിട്ടും പ്രതിയായ മകനെ സംരക്ഷിക്കുന്ന കാഴ്ച, അത് ഏതൊരു മാതാപിതാക്കളുടെയും വാത്സല്യത്തിൻ്റെയും മനസ്സിലുള്ള സ്നേഹത്തിൻ്റെയും കാരണമാണ്. ഒരു ഉമ്മ എത്ര തന്നെയായാലും എന്തൊക്കെ ചെയ്താലും മക്കളോടുള്ള സ്നേഹം അവർക്ക് ഉള്ളിൽ ഇല്ലാതിരിക്കില്ല. ഇതൊക്കെ ഒരുപാട് പേര് പറയുന്ന അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആരെക്കുറിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. അഫാൻ്റെ ക്രൂരമായിട്ടുള്ള കൊലപാതക കേസിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. മക്കൾ എന്തു തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്നത് നല്ല കാര്യമേ അല്ല. വല്ല ചെറിയ തെറ്റാണെങ്കിൽ പോലും സാരമില്ല. ഈ ഉമ്മയുടെ മകൻ ചെയ്തത് എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളിൽ ഒന്നാണ്. ഷെമിക്കും ഇതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി. പോലീസിൽ നിന്നും ഷെമി കാര്യങ്ങളൊക്കെ അറിഞ്ഞതുമാണ്. അഫാൻ ചെയ്ത ആ ക്രൂരകൃത്യം ഇളയ മകനെ കുറിച്ചിട്ടൊന്നും ഇവർ ഓർക്കുന്നേയില്ല. ഇനി ഷെമിക്ക് അസുഖമാണോ, ഇല്ല തലക്കടിയേറ്റ് ഓർമ്മ പോയതാണോ, ഇല്ല അഫാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയുന്നതാണോ, ഇതൊക്കെ ഒരു പിടിയും കിട്ടുന്നില്ല. അന്ന് നടന്ന കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടെന്ന് ഇവർ പറയുന്നുമുണ്ട്. അതിനെക്കുറിച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ട് തിരിച്ചു വരും. സാറേ, എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിൽ എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എൻ്റെ മകന് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണോ പറഞ്ഞത്? ഓർമ്മയുണ്ടല്ലോ. അവര് പറഞ്ഞു ഓർമ്മയുണ്ട്. അല്ലാതെ എനിക്കറിയില്ല, അവര് പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ. സാറേ, എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക. അങ്ങ് വെച്ച വീട്ടിൽ ഇപ്പം അങ്ങക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമില്ല. അവിടെ ഓർമ്മകൾ ഇങ്ങനെ വലിയ അപകടമാണല്ലോ. അപ്പോ ഇനിയിപ്പോ എന്താ ഐഡിയ ആ കാര്യത്തില്? കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങക്ക് ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളുടെ പുള്ളിക്കാരുടെ കുടുംബത്തിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാ. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങക്ക് ഒരു വീട് ഞങ്ങൾ വെച്ചു തരും കേട്ടോ. എന്നാൽ അതിലൊന്നും വിഷമിക്കണ്ട. കാര്യം ഈ നാട് മുഴുവൻ അങ്ങനെ ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് ശ്രീകണ്ഠൻ നായർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചതെന്നും മനസ്സിലാകുന്നില്ല. വേറെ അർഹതപ്പെട്ടിട്ടുള്ള ആരായാലും സാരമില്ല. ഇത് കേസ് ഒരിടവും എത്തിയിട്ടില്ല. ഈ കേസിനെ കുറിച്ചിട്ടുള്ള ധാരാളം സംശയങ്ങൾ ബാക്കിയുമുണ്ട്. മാത്രവുമല്ല, അഫാൻ പുറത്തിറങ്ങിയാൽ ഈ വീട്ടിൽ തീർച്ചയായിട്ടും വന്ന് താമസിക്കും. ഈ ക്രൂരതകൾ ചെയ്തതിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തത് ഒരു പക്ഷേ അഫാൻ്റെ ഉപ്പായെ കരുതിയിട്ടായിരിക്കും. കുറച്ചു മുമ്പ് ഒരു വാർത്ത കേൾക്കാൻ ഇടയായത് ഷെമി കാലു മാറിയെന്നാണ്. കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ അതിന് അഫാന് മാപ്പ് സാക്ഷിയാകാനായിട്ട് പറ്റുമോ എന്നൊക്കെ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ടായിരുന്നു. പോലീസിലേക്ക് ഷെമി ഇത് വെളിപ്പെടുത്തുവാനായിട്ട് തയ്യാറായി. വെറുതെ വിടുമോ മകനെ എന്നൊക്കെയാണ് ഇവർ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ പോലീസിലേക്ക് ഷെമി പറയാൻ കാരണം മാപ്പു സാക്ഷിയായി കഴിഞ്ഞാൽ അഫാനെ വെറുതെ വിടുമോ സാറേ എന്നായിരുന്നു ആദ്യം ഷെമി ചോദിച്ചത്. പിന്നാലെയാണ് കേട്ടതൊന്നുമല്ല ഇനി കേൾക്കാനിരിക്കുന്നതാണ് ഈ അഫാൻ എന്ന 23 വയസ്സുകാരന്റെ കൊടും ക്രൂരതകൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഷെമി വാതുറക്കുമ്പോൾ സത്യം പുറത്തു വരുന്നത്. അഫാൻ പോലീസിനോട് പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ഈ വാർത്ത കാണാനായിട്ട് ഇടയായത്. എന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയാണെന്നും ഈ ഉമ്മ പറയുന്നു. ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നിൽ നിന്നും ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല ഭർത്താവ് അറിയാതെ ഏതാണ്ട് ഒരു 40 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഉള്ളതായിട്ടും ഈ കടം എങ്ങനെ വീട്ടുന്നു എന്നതിനെ കുറിച്ചിട്ട് ഷെമിയുടെ ഭർത്താവായ അബ്ദുറഹ്മാന് ഒരു പിടിയുമില്ല. 5 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ ബാങ്കിൽ നിന്നും എടുത്തത് മാത്രമേ പുള്ളിക്കാരന് അറിയാവുള്ളൂ. അത് മുഴുവനും അദ്ദേഹം ഇവരെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ധൂർത്തടിച്ചു കളഞ്ഞു തിരിച്ചു അടച്ചതായിട്ടും ഒരു അറിവുമില്ല. ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ കഴുത്ത് വലിക്കുകയായിരുന്നു. അഫാൻ പിന്നിൽ നിന്നും ഷോൾ ഉപയോഗിച്ച കഴുത്ത് നെരിച്ചാണ് അഫാൻ ഷെമിയെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ചത്. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ട്. 50,000 രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സംഭവം നടന്നത്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് അഫാന് സഹിക്കാനാകുന്നതിലും അപ്പുറമായിരുന്നു എന്ന് ഷെമി പോലീസിനോട് വിശദീകരിച്ചു. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടത് എന്നാണ് ഷെമി പറയുന്നത്. കട്ടിൽ നിന്ന് വീണാണ് പരിക്കേറ്റത് എന്നായിരുന്നു മുമ്പ് ഷെമി പറഞ്ഞിരുന്നത്. അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ ക്രൂരതകളൊക്കെ അഫാൻ ചെയ്തതിൻ്റെ ഒരു കാരണം ഈ ഉമ്മ തന്നെയാണ്. ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ശിക്ഷിച്ചിരുന്നെങ്കിൽ ആ മകൻ ഇത്രയും ഒരു കൊടും ക്രൂരനായിട്ടുള്ള ഒരു കൊലപാതകി ആകില്ലായിരുന്നു. ഉമ്മ അതിനെ സപ്പോർട്ട് ചെയ്തു. മകനെ അവസാനം ഈ ഒരു നില വരെ കൊണ്ടെത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരും ഈ ഒരു വാർത്ത അറിഞ്ഞു കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? ഈ മകൻ ചെയ്ത ക്രൂര കൃത്യങ്ങളെക്കുറിച്ച് മനസാക്ഷിയെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ 23 വയസ്സുകാരൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴേക്കും എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലെയുള്ള എത്രയെത്ര മക്കളാണ് സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. ഇതിനു മുമ്പും നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിരുന്നു. സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. യാതൊരു ഉളുപ്പും ഇല്ലാതെ ഒരു മനസാക്ഷിയോ അച്ഛനമ്മമാരോട് ഒരു സഹതാപവും പോലും തോന്നാതെ അവരെക്കുറിച്ചിട്ട് ഒന്നും ആലോചിക്കാതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് കാണുമ്പോഴേക്കും എന്തൊക്കെയാണ് നടക്കുന്നത് സത്യത്തിൽ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് തോന്നുന്നത്? അത് മറക്കാതെ കമൻസിൽ എഴുതി അറിയിക്കുക. കാരണം ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും നടന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത ഇങ്ങനെ ഇതിൻ്റെ പുതിയതായിട്ടുള്ള ഓരോരോ വിവരങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേക്കും ഇതൊക്കെ എന്താ ഏതാ എന്നുള്ളത് കണ്ടിട്ട് ഞെട്ടിയിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.